ഒരു വാദിയില്ലാതെ സോമോട്ടമായിട്ട് കേസെടുക്കാം. പക്ഷേ അത് കോഗ്നിസൻസ് ഉണ്ടെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ ഒരാളെ സംശയിച്ച് അയാളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് തപ്പി നടക്കുകയാണ് പോലീസ്. അത് തമ്മിൽ സംസാരിക്കുന്നതിനകത്ത് ഒരു ഒഫൻസ് കണ്ടെത്താൻ കഴിയില്ല. കാരണം വേറൊരാൾ പരാതിപ്പെട്ടെങ്കിൽ അത് കണ്ടിട്ട് വേറൊരാൾ പരാതിപ്പെട്ടാലും ആ കേസ് നിൽക്കത്തില്ല. രണ്ടുപേര് തമ്മിൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടെ ചീത്തയും തെറിയും വിളിച്ച് പറയുന്നത് അവർ തമ്മിൽ കേൾക്കാൻ വേണ്ടി, അവർ തമ്മിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു നടപടി എടുക്കാൻ പോലീസിന് അർഹതയില്ല. പോലീസ് നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല. ബാംഗ്ലൂരെ പോലെയുള്ള സ്ഥലങ്ങളിൽ പല ഹോസ്പിറ്റലിലും ക്രിമിനൽ അപ്രോച്ചൊക്കെ കോമൺ ആണ്. പലരും വന്ന് ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ധാരാളം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണത്തിൽ അതിനിർണായകമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഇടപെടലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. ലൈംഗികാരോപണ വിവാദത്തിൽ തിരുവനന്തപുരം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ FIR സമർപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. സ്വമേധയാ കേസെടുത്ത് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച FIR രാഹുൽ മാങ്കൂട്ടത്തിലിന് ഏതെങ്കിലും രീതിയിൽ കുരുക്കാകുമോ എന്ന് കണ്ടറിയണം. സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങളാണ് FIR-ൽ രാഹുലിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതോടെ വരും ദിവസങ്ങളിൽ ഈ കേസ് രാഹുലിനെ ഏത് രീതിയിലായിരിക്കും പ്രതിരോധത്തിലാക്കുക എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് അടുത്തയാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ രാഹുൽ സഭയിലെത്തുന്നതിന് ക്രൈംബ്രാഞ്ച് കേസ് തടസ്സമാകുമോ എന്നും കണ്ടറിയണം. BNS 78/2, 351, പോലീസ് ആക്ട് 120 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നതാണ് BNS 78/2 പ്രകാരമുള്ള കുറ്റം. ഫോൺ വഴിയോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ പൊതുസ്ഥലത്ത് വെച്ചോ ശല്യം ചെയ്യുന്നതും, സ്ത്രീകളെ നിരീക്ഷിക്കുന്നതും, മാനസികമായി പീഡിപ്പിക്കുന്നതും പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതിന്റെ പരിധിയിൽ വരും. കേസ് തെളിയിക്കപ്പെട്ടാൽ 3 മുതൽ 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സ്റ്റോക്കിംഗ് അഥവാ പിന്തുടർന്ന് ശല്യം ചെയ്യൽ. ബലം പ്രയോഗിച്ച് ഒരു വ്യക്തിയെ മാനസികമായോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആക്രമിക്കുന്നതിനെതിരായ വകുപ്പാണ് IPC 351. ഭാരതീയ ന്യായ സംഹിതയിലും സമാനമായ വകുപ്പുണ്ട്. ഇരയുടെ ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന തരത്തിൽ പെരുമാറുന്നതും കുറ്റകൃത്യമാണ്. ഇവയെല്ലാം 3-ാം കക്ഷിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഈ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെടണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണ്ടിവരും. അതല്ലെങ്കിൽ ഇരകൾ നേരിട്ട് രാഹുലിന്റെ പേര് പറഞ്ഞ് പരാതി നൽകണം. നിലവിൽ ആദ്യം ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് തന്റെ ആരോപണത്തിൽ എവിടെയും രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല. പിന്നൊന്ന്, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന യുവതിയാണ്. ഇവരുടെ പേര് പോലും പുറത്തു വന്നിട്ടില്ല. പക്ഷേ തെളിവ് ശേഖരിച്ച് ക്രൈംബ്രാഞ്ച് സംഘം ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതേസമയം ഒരാളല്ല 2 നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയരായവർ ഉണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇതിലൊരാളെ നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയത് ബംഗളൂരുവിൽ വെച്ചാണ് എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പക്ഷേ ഇത് തെളിയിക്കപ്പെടണമെങ്കിൽ ബംഗളൂരുവിലെത്തി അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കണം. ഈ തെളിവ് ശേഖരണം ഇതിനോടകം തന്നെ കഴിഞ്ഞതായും വിവരമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ കേസെടുക്കണമെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നേരിട്ടുള്ള പരാതി കിട്ടിയേ തീരൂ എന്നതാണ് അവസ്ഥ. 18 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഇരകളായത് എന്നും FIR-ൽ പറയുന്നു. കേസിന് ബലം ലഭിക്കണമെങ്കിൽ ഒന്നുകിൽ നേരിട്ടുള്ള പരാതി ലഭിക്കണം, അല്ലെങ്കിൽ ശാസ്ത്രീയ തെളിവുകൾ വേണം. തുടക്കം മുതൽ കേസെടുക്കുന്നതിന് പോലീസിന് മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധിയും ഇതുതന്നെയായിരുന്നു. നിലവിൽ രാഹുലിനെതിരായ തെളിവായി കയ്യിലുള്ളത് രാഹുലിൻ്റേത് എന്ന് പറയപ്പെടുന്ന ശബ്ദ സംഭാഷണമാണ്. ഇത് രാഹുലിൻ്റേത് തന്നെയാണോ എന്നറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന അത്യാവശ്യമാണ്. സാങ്കേതികമായി ഒട്ടേറെ പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അവയെല്ലാം മറികടന്നാണ് 3-ാം കക്ഷികളായ 5 പേരുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുള്ളത്. ആരോപണം ഉന്നയിച്ചവർ ആരും കേസുമായോ പരാതിയുമായോ മുന്നോട്ട് വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. നേരിട്ട് പരാതി കിട്ടാത്തത് കോടതിയിൽ കേസിന് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ എന്നും കണ്ടറിയണം. FIR രജിസ്റ്റർ ചെയ്തതോടെ രാഹുലിനെ ചോദ്യം ചെയ്തേക്കും എന്നും റിപ്പോർട്ടുകളുണ്ട്. ആരോപണം ഉന്നയിച്ചവർ നേരിട്ട് പരാതി നൽകിയിട്ടില്ല എങ്കിലും ലഭ്യമായ പരാതികളിൽ ആരോപണം ഉന്നയിച്ചവരുടെ പേരുകൾ ഉണ്ടെങ്കിൽ അവരിൽ നിന്നും മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. ഇരകളെക്കുറിച്ച് 5 പരാതിക്കാരിൽ ആരെങ്കിലും തെളിവ് നൽകുകയാണ് എങ്കിൽ അവരെയും നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അറിയിച്ചു. ആരോപണങ്ങളിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ട മാധ്യമ പ്രവർത്തകരുടെയും മൊഴി രേഖപ്പെടുത്തുമെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാഹുലിനെതിരായ FIR ഏത് തരത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ സ്വാധീനം ചെലുത്തുക എന്നതും കണ്ടറിയണം. നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ അടുത്തയാഴ്ച ആരംഭിക്കാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ എന്നതാണ് ചർച്ചാ വിഷയം. രാഹുലിനെ സഭയിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൽ നടന്നു വരുന്നുണ്ട്.
രാഹുൽ നിലവിൽ പ്രതിയല്ല എന്നും അതുകൊണ്ട് സഭയിൽ വരുന്നതിന് തടസ്സമില്ല എന്നും കഴിഞ്ഞ ദിവസം സ്പീക്കർ എൻ ഷംസീറും പറഞ്ഞിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടെ രാഹുലിന്റെ സഭാപ്രവേശനത്തിൽ ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന് കണ്ടറിയണം. അതേസമയം ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ഒരു തരത്തിലും കുരുക്കാകില്ല എന്നാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറയുന്നത്. ഒരു വാദിയില്ലാതെ സോമോട്ടമായിട്ട് കേസെടുക്കാം, പക്ഷേ അത് കോഗ്നിസൻസ് ഉണ്ടെന്ന് ബോധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരാളെ സംശയിച്ച് അയാളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അയാൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് തപ്പി നടക്കുകയാണ് പോലീസ്. അയാളൊരു ക്രിമിനൽ അല്ല, അയാളൊരു MLA ആണ്, അയാളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവാണ്, അവർ യൂത്തിൻ്റെ പ്രതീകമാണ്. അവരുടെ ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ചുള്ള സംസാരവും കാലഘട്ടത്തിനനുസരിച്ചുള്ള നടപ്പും ഇരിപ്പും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇഗ്നോർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവർ തമ്മിലുള്ള സംസാര ഭാഷ ഒരു സാംസ്കാരിക നിലവാരമുള്ളതല്ല. വളരെ മോശമായ രീതിയിലാണ് അവരുടെ സംസാരങ്ങളെല്ലാം. അത് തമ്മിൽ സംസാരിക്കുന്നതിനകത്ത് ഒരു ഒഫൻസ് കണ്ടെത്താൻ കഴിയില്ല. കാരണം വേറൊരാൾ പരാതിപ്പെട്ടെങ്കിൽ അത് കണ്ടിട്ട് വേറൊരാൾ പരാതിപ്പെട്ടാലും ആ കേസ് നിൽക്കത്തില്ല. പബ്ലിക് ന്യൂസൻസ്, റോഡിലിറങ്ങിയിരുന്ന് തിരുത്ത് വിളിച്ചോ തെറി വിളിക്കുക പബ്ലിക് ന്യൂസൻസ് ആവും. രണ്ടുപേര് തമ്മിൽ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കൂടെ ചീത്തയും തെറിയും വിളിച്ചു പറയുന്നത് അവർ തമ്മിൽ കേൾക്കാൻ വേണ്ടി, അവർ തമ്മിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു നടപടി എടുക്കാൻ പോലീസിന് അർഹതയില്ല. പോലീസ് നിയമപരമായിട്ട് ചെയ്യാൻ പാടില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ പരാതിപ്പെട്ടെങ്കിൽ മാത്രമേ നടപടി എടുക്കാവുള്ളൂ. രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന മ്ലേച്ഛമായ സംസാരങ്ങൾ, വളരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ അവരുടെ രസത്തിന് വേണ്ടി പറയുന്നതാണ്. അത് അവർ ഫോണിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഒരു മുറിയിലിരുന്ന് പറയുന്നതാണ്. അത് ഒരു പബ്ലിക് ന്യൂസൻസ് അല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളതിന് അത് ഒഫൻസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് മൂഢന്മാരാണെന്നേ പറയാൻ പോകുള്ളൂ. പോലീസിൻ്റെ DGP ഉൾപ്പെടെയുള്ളവർ സർക്കാരിലേക്ക് പറയണം, വാദിയില്ല ഈ കേസിനകത്ത്, കേസെടുക്കാൻ കഴിയില്ല, ആരും പരാതിക്കാരില്ല, ഗർഭചിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഗർഭചിത്രം ഇപ്പം മൈനറായ കുട്ടിക്ക് ഒരു പ്രഗ്നൻസി ഉണ്ടായ ഗർഭചിത്രം നടത്തുന്നത് നിയമപരമായി പരിരക്ഷ കിട്ടുന്നുണ്ട്. അതൊരു ഡോക്ടർക്ക് ചെയ്യാം, അത് പോലീസ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ എത്രയോ റൂളിങ്സ് കിടക്കുന്നു. അത് അപ്പം മൈനറായ ഒരു കുട്ടി ഗർഭവതിയായാൽ അത് അബോർട്ട് ചെയ്ത് കളയാൻ നിയമപരമായി ഒരു ഡോക്ടർക്ക് ആരുടെയും സഹായം വേണ്ട, അത് പോലീസിൽ അറിയിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത കേസിനകത്ത് പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അത് ആ വ്യക്തിയുടെ കാര്യമാണ്, അത് അവർ തമ്മിലുള്ള ബന്ധമാണ്. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിനകത്തോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ ബന്ധത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് ജീവനോടെ കൊന്നാൽ അത് മർഡർ തന്നെയാണ്, സംശയമില്ല. അതിൽ ഒരു അബോർഷൻ നടക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനകത്ത് പെട്ടാണ്. ഒരു കുട്ടി വയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ജീവൻ തുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷമുള്ള അബോർഷൻ മാത്രമാണ് അതൊരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് വരുന്നത്. അതിന് മുമ്പിലുള്ള അത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം വ്യക്തികൾ ആരാണ്, അത് ബാംഗ്ലൂരെ പോലെയുള്ള സ്ഥലങ്ങളിൽ പല ഹോസ്പിറ്റലിലും ക്രിമിനൽ അബോർഷൻ ഒക്കെ കോമൺ ആണ്. പലരും വന്ന് ചെയ്തിട്ടങ്ങ് പോവുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ധാരാളം നടക്കുന്നു. അതിനൊക്കെ എവിഡൻസ് കണ്ടെത്താനും കഴിയില്ല. അങ്ങനെ ഒരു കേസിൻ്റെ അന്വേഷണമായിട്ട് ആ ഒരു കംപ്ലൈനൻ്റ് ഇവിടെ ഇല്ല. അപ്പം അതിനകത്തുള്ള ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പരാതിക്കാരി വേണം, അവൾ DNA കറക്റ്റുമായിട്ട് എടുക്കണം, അവളെ ആയിട്ട് ആരാണ് ശയിച്ചതെന്ന് കണ്ടെത്തണം, അയാളുടെ DNA എടുക്കണം. 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് ആരാണ് കൃത്യമായിട്ട് ഈ പ്രഗ്നൻസി ഉണ്ടാക്കിയതെന്ന് കണ്ടെത്തണം. അങ്ങനെയൊക്കെ വളരെയധികം നിയമപരമായി വളരെ പ്രൊസീജിയറുണ്ട്. അതൊന്നുമില്ലാതെ അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഒരു പരാതി എടുത്തിട്ട് വാദിയില്ലാതെ ഒരു കേസ് എടുക്കുന്നത്, അതിനകത്ത് പിന്നീട് എന്തെങ്കിലും സബ്സിക്വൻ്റ് ആയിട്ട് ഒരു ഒഫൻസ് കണ്ടെത്തിയതിൽ അത് വിലപ്പോകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് വാദിയും പ്രതിയില്ല. പ്രതി എന്ന ഒരാളെ പേരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നതല്ലാതെ അയാൾക്കെതിരായിട്ട് ഇന്ന് വരെ ഒരു മൊഴി ആരും കൊടുത്തിട്ടില്ല, ഒരു പ്രഗ്നൻസിയുടെ കേസും വന്നിട്ടില്ല. അങ്ങനെ ഒരു കേസ് അന്വേഷിക്കുന്നത് ഒരു ഇമാജിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഒഫൻസ് ഇല്ലാത്ത സ്ഥലത്ത് ഒരു FIR ഇട്ട് ആൾക്കാരെ വിളിച്ചു വരുത്തുന്നത് ഡാമേജിങ് ആണ് ആ വ്യക്തികൾക്ക്. അങ്ങനെ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന് ഡിഫമേഷൻ കേസ് ഫേസ് ചെയ്യേണ്ടി വരും, ഡാമേജ് കൊടുക്കേണ്ടി വരും.